ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ISK ഇംഗ്ലീഷ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് PPTTCയുടെ ജനറൽ ഇംഗ്ലീഷിൻ്റെ ഭാഗം 2 ഹെലൻ കെല്ലർ എന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്, മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, when the war clouds surrounded the world and descend upon a few nations. യുദ്ധം ലോകത്തിനെ തന്നെ പല രാജ്യങ്ങളിലും, ഒന്നാം ലോകം അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം പല രാജ്യങ്ങളിലും ലോകത്തെ തന്നെ അങ്ങോട്ട് കീഴടക്കിയപ്പോൾ, അതുപോലെ തന്നെ ചില പ്രത്യേക രാജ്യങ്ങളിൽ ആ യുദ്ധക്കെടുതികൾ വന്നിറങ്ങിയപ്പോൾ, ക്വസ്റ്റ്യൻസ് വേർ റൈസ്ഡ് അബൌട്ട് ദ വാർ ഇൻ ഹെർ ടൂർസ്. അവളുടെ യാത്രകളിൽ, ഹെലൻ കെല്ലറിൻ്റെ യാത്രകളിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പലപ്പോഴും ഉയർന്നിരുന്നു. ആളുകൾ അവളോട് ചോദിച്ചിരുന്നു, ആർ യു എ ന്യൂട്രൽ? താൻ ഒരു ന്യൂട്രൽ ആണോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ താൻ നിഷ്പക്ഷമായിട്ടാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളുടെ കൂടെയാണോ, അതല്ലെങ്കിൽ ചില പ്രത്യേക വിഭാഗക്കാരോടോ ആളുകളോടോ അല്ലെങ്കിൽ ചില പ്രത്യേക രാജ്യത്തോടോ തനിക്ക് പ്രത്യേക താല്പര്യമുണ്ടോ? ഷീ റിപ്ലൈഡ് ഇൻ ദ പോസിറ്റീവ് ആൻഡ് സെഡ്. ഇത്തരം ചോദ്യങ്ങൾക്ക് വളരെ പോസിറ്റീവായി തന്നെ അവൾ മറുപടി പറഞ്ഞു. ലൈക്ക് ദ പീപ്പിൾ ഓഫ് ഓൾ നാഷൻസ് ബട്ട് നോട്ട് ദെയർ ആർമീസ് ഓർ നേവീസ്. ഈ യുദ്ധത്തെക്കുറിച്ച് അവളും രാജ്യങ്ങളിലെ ആളുകളെ പോലെ തന്നെ, സാധാരണ ആളുകൾക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട നിലപാട് എന്താണോ അതേ നിലപാട് തന്നെയാണ് അവൾക്കുള്ളത്. ഒരിക്കലും സൈന്യത്തിൻ്റെയോ അല്ലെങ്കിൽ നേവിയുടെ പട്ടാളക്കാരെയോ പോലെയല്ല. എ ഹെക്ലർ ആസ്ക്ഡ് ഹെർ വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഡു യു യൂസ്. ഒരിക്കൽ ഒരു ഹെക്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ഒരിക്കൽ അവളോട് ചോദിക്കേണ്ടായി, ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് നീ ഉപയോഗിക്കുന്നത്? വളരെ ബുദ്ധിപരമായിട്ട് ഷീ പ്രോംപ്റ്റ്ലി ആൻസേർഡ്. വളരെ പെട്ടെന്ന് തന്നെ ഹെലൻ കെല്ലർ അതിന് മറുപടി കൊടുത്തു, ദ ഹോൾ ഓഫ് ഇറ്റ്. അതായത് ബ്രെയിനിൻ്റെ ഒരു പ്രത്യേക ഭാഗമല്ല, ബ്രെയിൻ മുഴുവനായിട്ടും ഉപയോഗിക്കുന്നു. ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ് ഷീ റൈസ്ഡ് ബാനർ അഗെയിൻസ്റ്റ് ഹിറ്റ്ലർ ആൻഡ് മുസോളിനി. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഹെലൻ കെല്ലർ മുസോളിനിക്കും ഹിറ്റ്ലറിനുമെതിരെ ബാനറുകൾ ഉയർത്തി. അതായത് പ്രധാന രണ്ട് ശക്തികളായിരുന്നു, അല്ലെങ്കിൽ നേതാക്കളായിരുന്നു മുസോളിനിയും ഹിറ്റ്ലറും. ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ ബാനർ ഹെലൻ കെല്ലർ ഉയർത്തിയിട്ടുണ്ട്. വാട്ട് ടെറിബിൾ ഡീഡ്സ് ദാറ്റ് മാൻ ഹാസ് കമ്മിറ്റഡ്. ഷീ ഹാഡ് ഹെർ ഓൺ പേഴ്സണൽ ക്വാറൽസ് വിത്ത് ദ നാസീസ്. മാത്രമല്ല, അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്ത് മോശമായ പ്രവർത്തനങ്ങളാണ് ആ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവൾ അഭിപ്രായപ്പെടുകയുണ്ടായി. നാസി പാർട്ടിയുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള തർക്കം ഹെലൻ കെല്ലറിന് ഉണ്ടായിരുന്നു. വൺ ഓഫ് ഹർ ബുക്സ് ഹാഡ് ബീൻ ത്രോൺ ഇൻടു എ ബോൺഫയർ ഇൻ ബെർലിൻ. ജർമ്മനിയിലെ ബെർലിനിൽ വെച്ച് ഹെലൻ കെല്ലറിന്റെ ഒരു പുസ്തകം തീയിന് ഇരയാക്കുകയുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലെ യുദ്ധത്തെ വിമർശിക്കുന്നതിന്റെ ഫലമായിട്ട് ഹെലൻ വിസിറ്റഡ് ദ ഇൻജുവേർഡ് സോൾജേഴ്സ് ഡ്യൂറിംഗ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാർസ്. 1-2 ലോകമഹായുദ്ധങ്ങളിൽ എൻജോർഡ് മുറിവേറ്റ പട്ടാളക്കാരെ ഹെലൻ സന്ദർശിച്ചു. ഷീ റോഡ് ഹോഴ്സസ് ആൻഡ് ടാൻഡം ബൈസൈക്കിൾസ്. അവള് കുതിരകളും അതുപോലെ തന്നെ ടാൻഡം ബൈസൈക്കിളുകളും അവളെ ഓടിച്ചിരുന്നു. ഒരേ സമയം 2 പേർക്ക് സഞ്ചരിക്കാവുന്ന, അതായത് സാധാരണ സൈക്കിളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2 സീറ്റുള്ള സൈക്കിൾ, 2 ആൾക്ക് ഒരുമിച്ചിരിക്കാം. അതാണ് ടാൻഡം ബൈസൈക്കിൾ. ഇത്തരം സൈക്കിളും കുതിരസവാരിയും ആ കാലഘട്ടത്തിൽ അവൾ ചെയ്തിരുന്നു. മൊത്തത്തിൽ ഷീ മേറ്റ് മെനി ഫേമസ് പീപ്പിൾ. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകളെ ഹെലൻ കെല്ലർ അവരുടെ ജീവിത സമയത്ത് മീറ്റ് ചെയ്തിട്ടുണ്ട്. ജോർജ് ബെർണാഡ് ഷാ, ചാർലി ചാപ്ലിൻ ആൻഡ് സെവറൽ US പ്രസിഡൻസ്. ജോർജ് ബെർണാഡ് ഷാ വളരെ ഫേമസ് ആയിട്ടുള്ള
ഒരു നാടകകൃത്താണ് ആര്? ജോർജ് ബെർണാഡ് ഷാ. അതുപോലെ തന്നെ ചാർലി ചാപ്ലിൻ, അതുപോലെ പല US പ്രസിഡന്റ്സിനെയും അവർ കണ്ടിട്ടുണ്ട്. വിൻസ്റ്റൺ ചർച്ചിൽ, പണ്ഡിറ്റ് നെഹ്റു ആൻഡ് അതേഴ്സ്. അതായത് ഇംഗ്ലീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിൽ, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു, ഇതുപോലെ ഇത്തരത്തില് പല ആളുകളെയും ഹെലൻ കെല്ലർ തന്റെ ജീവിത കാലഘട്ടത്തിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഹെലൻ കെല്ലർ became an eminent writer. വളരെ ഫേമസ് ആയിട്ടുള്ള, എമിനന്റ് മീൻസ് പോപ്പുലർ, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു ഹെലൻ കെല്ലർ. When she was still in Radcliffe, she wrote on her typewriter her biography. ഹെലൻ കെല്ലർ റാഡ്ക്ലിഫ് കോളേജിലുള്ള സമയത്ത് തൻ്റെ സ്വന്തം ടൈപ്പ്റൈറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് തൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതുകയുണ്ടായി. It was published as a serial in the Ladies' Home Journal and a few other books. അവരുടെ ഹെലൻ കെല്ലറുടെ ബയോഗ്രഫി ദ ലേഡീസ് ഹോം ജേണൽ എന്ന് പറയുന്ന ജേണലില് സീരിയലായിട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റു പല പുസ്തകങ്ങളിലും ഹെലൻ കെല്ലറുടെ ബയോഗ്രഫി വരികയുണ്ടായി. In 1802, it was published in the form of a book titled The Story of My Life. 1902 The Story of My Life എന്ന പേരിൽ ഹെലൻ കെല്ലറുടെ ബയോഗ്രഫി പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്തു. She published The World I Live in 1908. 1908 The World I Live in എന്ന് പറയുന്ന പുസ്തകം ഹെലൻ കെല്ലർ പബ്ലിഷ് ചെയ്തു. She was emphasized on self-reliance, confidence to the visually challenged and hearing impaired. കേൾവിയില്ലാത്തവരും കാഴ്ചയില്ലാത്തവരുമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ആത്മവിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ സ്വയം പ്രാപ്തിയുടെയും പ്രാധാന്യം പലപ്പോഴും ഹെലൻ കെല്ലർ പ്രാധാന്യത്തോടു കൂടി അല്ലെങ്കിൽ ഊന്നൽ നൽകിക്കൊണ്ട് അവതരിപ്പിച്ചിരുന്നു. I have always looked upon blind as part of the whole world society. ലോക സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളെ ഹെലൻ കെല്ലർ കണ്ടിരുന്നത്. Let every man get off his fellow man's back. ഓരോ മനുഷ്യനും മറ്റുള്ളവരുടെ പിറകിൽ നിന്നും ഓരോ മനുഷ്യനും അവരവരുടേതായിട്ടുള്ള രീതികളിലേക്ക് വരട്ടെ. When she was 68 years old, a high school student asked her. അവർക്ക് 68 വയസ്സുള്ള സമയത്ത് ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥി ഹെലൻ കെല്ലറോട് ചോദിച്ചു, ഹൗ ഡു യു അപ്രോച്ച് ഓൾഡ് ഏജ്? അതായത് ഓൾഡ് ഏജിനെ, പ്രായമാകുന്നതിന്, വയസ്സാകുന്നതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഹെലൻ റിപ്ലൈഡ്, ഐ കനോട്ട് ഹെൽപ്പ് സ്മൈലിംഗ്. ഹെലന്റെ മറുപടി, എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. I have declared these many years that there is no age to spirit. ഇത്രയും വർഷത്തെ എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ ആത്മാവിന് പ്രായമാവുന്നില്ല എന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഏജ് സീംസ് ടു ബി ജസ്റ്റ് അനദർ ഫിസിക്കൽ ഹാൻഡിക്യാപ്പ്. പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു അംഗവൈകല്യമാണ്. നമുക്കറിയാം, നമുക്ക് പ്രായമാവുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ തരത്തിലുള്ള അംഗവൈകല്യങ്ങൾ കൂടി വരുന്നു. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരും, കേൾവി കുറഞ്ഞു വരും, അങ്ങനെ പലതരത്തിൽ. പക്ഷേ ഹെലൻ കെല്ലർ പറയാണ്, ഇറ്റ് എക്സൈറ്റ്സ് നോ ഡ്രെഡ് ഇൻ മൈ മൈൻഡ്. പക്ഷെ എൻ്റെ മനസ്സിൽ അതിന്, അതായത് ഓൾഡ് ഏജിന് എൻ്റെ മനസ്സിൽ അപകടകരമായിട്ട് ഒരു തരത്തിലും ഒരു ചിന്തകളെയും അല്ലെങ്കിൽ ഒന്നും എൻ്റെ മനസ്സിൽ ഉണർത്തുന്നില്ല. കാരണം I have already lived so triumphantly with my limitations. അതായത് എനിക്ക് ഇത്രയും ലിമിറ്റേഷൻസ്, എനിക്ക് ഇത്രയും പോരായ്മകൾ ഉണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് ഞാൻ ഇത്രയും കാലം ഞാൻ ജീവിച്ചു. അതായത് ഇത്രയും കാലം എനിക്ക് കാഴ്ചയില്ലാത്ത പ്രശ്നമോ കേൾവിയില്ലായ്മയോ എനിക്കെൻ്റെ ജീവിതത്തിൽ ഒന്നിനും ഒരു തടസ്സമായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് പ്രായമാവുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്നതൊന്നും
എൻ്റെ ജീവിതത്തെ ബാധിക്കില്ല. ഇൻ റെക്കഗ്നിഷൻ ഓഫ് ഹെർ വർക്ക് ഫോർ ദ ബ്ലൈൻഡ് ആൻഡ് ദ ഡഫ്, ഹെലൻ കെല്ലർ വാസ് ഹോണേർഡ് ബൈ എ നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസ്. കാഴ്ചയില്ലാത്തവർക്കും കേൾവിയില്ലാത്തവർക്കും വേണ്ടി ഹെലൻ കെല്ലർ ചെയ്ത കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് പല യൂണിവേഴ്സിറ്റികളും ഒരുപാട് ബഹുമതികൾ അവർക്ക് നൽകുകയുണ്ടായി. യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളും ഇൻസ്റ്റിറ്റ്യൂഷൻസും പല ബഹുമതികളും നൽകി അവരെ ആദരിച്ചു. The US President John F. Kennedy received her in the White House. ആ കാലഘട്ടത്തിലെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോൺ എഫ് കെന്നഡി അവരെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചു, അവരെ സ്വീകരിച്ചു. ഇൻസ്പയർഡ് ബിക്കമിങ് എ സെലിബ്രിറ്റി, ഹെലൻ കെല്ലർ റിമൈൻഡ് ഹംബിൾ ആൻഡ് മോഡസ്റ്റ്. താനൊരു സെലിബ്രിറ്റി ആണെന്നുള്ളതിൻ്റെ അഹംഭാവമോ അഹങ്കാരമോ കാണിക്കാതെ വളരെ എളിമയോടും വിനയത്തോടും ഹെലൻ കെല്ലർ നിലകൊണ്ടു. ഷി വാസ് ഓപ്റ്റിമിസ്റ്റ് ത്രൂ ഔട്ട് ഹെർ ലൈഫ്. അവരുടെ ജീവിതകാലം മുഴുവൻ ഹെലൻ കെല്ലർ ശുഭാപ്തി വിശ്വാസിയായിരുന്നു. ഷീ ബിലീവ്ഡ് ദാറ്റ് ത്രൂ ദ ഡാർക്ക് ആൻഡ് സൈലന്റ് ഇയേഴ്സ് ഗോഡ് ഹാഡ് ബീൻ യൂസിങ് ഹെർ ലൈഫ് വിത്ത് എ പർപ്പസ്. തൻ്റെ ജീവിതത്തിലെ ഈ ഇരുണ്ട കാലഘട്ടം, തൻ്റെ ജീവിത കാലഘട്ടത്തിലെ ഇരുണ്ടതും നിശബ്ദവുമായിട്ടുള്ള ഇത്രയും വർഷങ്ങളെ ഒരു പ്രത്യേക പർപ്പസ്, ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി ദൈവം ഉപയോഗിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ചില പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി, ഒരു പർപ്പസിന് വേണ്ടിയാണ് കാഴ്ചയും കേൾവിയുമില്ലാത്ത തന്നെ ദൈവം സൃഷ്ടിച്ചത്. തന്നിലൂടെ ദൈവം എന്തോ ഒരു ആവശ്യം നിറവേറ്റുകയായിരുന്നു എന്ന് ഹെലൻ കെല്ലർ വിശ്വസിച്ചു. ഹെലൻ കെല്ലർ ഡൈഡ് ഓൺ ദ 1st of June 1968. 1968 ജൂൺ 1 ഹെലൻ കെല്ലർ മരണപ്പെട്ടു. ഷി വാസ് ക്രിമേറ്റഡ് ആൻഡ് ദ urn containing her ashes is kept. ഹെലൻ കെല്ലറുടെ ഡെഡ് ബോഡി ക്രിമേറ്റ് ചെയ്തു. ക്രിമേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹിപ്പിക്കുക. മാത്രമല്ല ദ urn containing her ashes, അവരുടെ ചിതാഭസ്മം അടങ്ങിയിട്ടുള്ള ആ ചഷകം, ആ ഒരു മൺപാനി ഈസ് കെപ്റ്റ് ബൈ ദ സൈഡ് ഓഫ് ദ urn containing ആനി സള്ളിവാൻസ് ashes. അവർക്ക് മുൻപേ മരണപ്പെട്ട അവരുടെ ടീച്ചറായിട്ടുള്ള അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആനി സള്ളിവാൻ അവരുടെ ശവശരീരം ക്രിമേറ്റ് ചെയ്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹിപ്പിച്ച അവരുടെ ആ ഒരു ചാരം അത് സൂക്ഷിച്ചതിൻ്റെ സമീപമാണ് ഹെലൻ കെല്ലറുടെ ആഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈവൻ ഡെത്ത് കുഡ് നോട്ട് സെപ്പറേറ്റ് ദം, മരണത്തിന് പോലും അവരെ പിരിക്കാൻ കഴിയില്ല. കാരണം അവരുടെ മരണശേഷം രണ്ടുപേരുടെയും ചിതാഭസ്മം സൂക്ഷിച്ചിരിക്കുന്ന ചഷകം അല്ലെങ്കിൽ ആ മൺകുടങ്ങൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പം ഇത്രയുമാണ് ഹെലൻ കെല്ലർ എന്നുള്ള പഠിക്കാനുള്ള ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാപ്റ്ററുമായിട്ടുള്ള ഡൗട്ട്സ് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സാധാരണ പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ പഠന സംബന്ധമായിട്ടുള്ള പ്രത്യേകിച്ച് ഇംഗ്ലീഷുമായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.